ബോറടി മാറ്റാൻ വേണ്ടിയിട്ട് ഫുൾ ടൈം ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റീൽസും ഷോർട്സും ഒക്കെ അൺലിമിറ്റഡ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ബോറടി മാറുന്ന പോലെ തോന്നുന്നേയില്ല. നിങ്ങളിങ്ങനെയാണോ? എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളുടെ ലൈഫ് അടിപൊളിയാക്കാനായിട്ട്, ക്രിയേറ്റീവ് ആക്കാനായിട്ട്, കളറാക്കാനായിട്ട് ഈ ബോറടി എന്ന് പറയുന്ന പ്രതിഭാസത്തിന് സാധിക്കും. എങ്ങനെയാണെന്നല്ലേ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ ബോറടിയിലൂടെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ബൂസ്റ്റ് ചെയ്യാം, ബ്രെയിൻ ഒന്ന് റീസെറ്റ് ചെയ്യാം, ആൻഡ് ഒരു ഫുൾഫില്ലിംഗ് ആയിട്ടുള്ള ലൈഫ് ഉണ്ടാക്കാം എന്നൊക്കെയാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ ഗ്രേറ്റ് എപ്പിസോഡ്. ബോറടി നമ്മളെല്ലാവരും എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണിത്, അല്ലേ? പക്ഷേ ഈ ബോറടിക്കുക എന്ന് പറയുന്നതുണ്ടല്ലോ, വളരെ നല്ലൊരു കാര്യമാണ്. സയൻസ് കാണിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബോറടിക്കുമ്പോൾ ഈ ക്രിയേറ്റിവിറ്റി, പ്രോബ്ലം സോൾവിങ് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിഫറെൻറ്റ് ഏരിയാസിനെ നിങ്ങളുടെ ബ്രെയിന് ആക്ടിവേറ്റ് ചെയ്യും എന്ന്. അത് നിങ്ങളുടെ മനസ്സിൻ്റെ ഒരു റീസെറ്റ് ബട്ടൺ പോലെയാണ്. ഈ കോൺസ്റ്റൻറ്റ് സ്റ്റിമുലേഷൻ, അതായത് ഫുൾ ടൈം ഈ ഷോർട്സും റീൽസും ഒക്കെ കാണുന്നത് മതിയാക്കി നിങ്ങളുടെ ബ്രെയിനിന് ഒന്ന് വാണ്ടർ ചെയ്യാൻ, ഒന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കാനുള്ള ഒരവസരം. ആൻഡ് ദാറ്റ്സ് വേർ ദ മാജിക് ആക്ച്വലി ഹാപ്പൻസ്. നിങ്ങളുടെ മൈൻഡ് ഡിസ്ട്രാക്ഷൻസിൽ ഫോക്കസ് ചെയ്യുന്നത് നിർത്തിയാൽ പിന്നെ അത് നല്ല പുതിയ ഐഡിയാസ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങും, നല്ല കണക്ഷൻസ് ബിൽഡ് ചെയ്യും, ആൻഡ് നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് വരും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. നമ്മളിന്ന് ജീവിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ സീക്ക് ചെയ്യുന്ന ഒരു ലോകത്താണ്. ഒരു 2 മിനിറ്റ് പോലും ഒന്ന് ബോറടിച്ചിരിക്കാനായിട്ട് നമ്മൾ നമ്മളെ അനുവദിക്കാറില്ല. അപ്പോഴേക്കും സോഷ്യൽ മീഡിയ എടുക്കും, അല്ലെങ്കിൽ സിനിമയോ സീരീസോ ഇരുന്ന് കാണും, അല്ലെങ്കിൽ ഗെയിം കളിക്കും, എക്സെട്ര. അതായത് കുറച്ച് നേരം ഒന്ന് ബോറടിച്ചിരിക്കാനുള്ള സമയം നമ്മൾക്ക് കൊടുക്കുന്നില്ല. ഇങ്ങനെയുള്ള ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കാരണം നമ്മളുടെ ബ്രെയിനിൽ ഡോപ്പമീനിൻ്റെ ഒരു കുത്തൊഴുക്കാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈഫിലെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എൻജോയ് ചെയ്യാൻ കഴിയുന്നില്ല. എത്രത്തോളം കൂടുതൽ നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ തേടി പോകുന്നോ അത്രത്തോളം നമ്മൾ ഈ സൈക്കിളിൽ ട്രാപ്ഡ് ആയി പോവാണ്. ആൻഡ് എപ്പോഴും നമുക്ക് വളരെ ഡ്രെയിൻഡ് ആയിട്ട് ഫീലിംഗ് ഉണ്ടാവും. എത്ര കിട്ടിയാലും തികയാത്ത ഒരു ഫീലിംഗ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാണ് എന്ന് വിചാരിച്ചോ, ഓരോ തവണ സ്ക്രോൾ ചെയ്യുമ്പോഴും നിങ്ങൾ ആ നെക്സ്റ്റ് ഡോപ്പമിൻ ഹിറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും, അല്ലേ? പക്ഷേ ഇങ്ങനെ കുറേ മണിക്കൂറുകൾ ഇരുന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അവസാനം ഒരു ബെറ്റർ ഫീലിംഗ് തരാറുണ്ടോ? ഉണ്ടാവില്ല. അതിന് കാരണം ഈ കോൺസ്റ്റൻറ്റ് സ്റ്റിമുലേഷൻ ഉണ്ടല്ലോ, നിങ്ങളുടെ ബ്രെയിനിന് ഒന്ന് റെസ്റ്റ് എടുക്കാനുള്ള, ഒന്ന് റീചാർജ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുക്കുന്നില്ല. പക്ഷേ ബോറടിക്കുമ്പോഴോ ഈ ഒരു സൈക്കിളിൻ്റെ ആൻറ്റിഡോട്ടാണ് ബോർഡം എന്ന് പറയുന്നത്. ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനൊക്കെ ഒഴിവാക്കി പകരം കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകാനായിട്ട് ബോറടി നിങ്ങളെ ചലഞ്ച് ചെയ്യും. വേറൊന്നിലേക്കുമല്ല, ക്രിയേറ്റിവിറ്റിയിലേക്കും. ബാക്കി കാര്യങ്ങൾ പറയുന്നതിന് മുമ്പായിട്ട് ഞാനിപ്പോൾ കുക്കു FM-ലൂടെ ഒരുപാട് ഓഡിയോ ബുക്സ് കേൾക്കാറുണ്ട്. ബോത്ത് ഫിക്ഷൻ ആൻഡ് നോൺ ഫിക്ഷൻ. റൂത്തിൻ്റെ ലോകം, ഫ്രാൻസിസ് ഇറ്റിക്കോര, ബാല്യകാല സഖി, അങ്ങനെ തുടങ്ങി 1000-ലധികം ഓഡിയോ ബുക്സ് ഇതിൽ അവൈലബിൾ ആണ്. ആൻഡ് എവറി മന്ത് പുതിയ 20ഓളം ബുക്സ് നമ്മളുടെ ലാംഗ്വേജിൽ അപ്ലോഡ് ആവുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇവരുടെ അവതരണമാണ്. ഭയങ്കര രസമാണ് കേട്ടിരിക്കാനായിട്ട്. സോ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 7 ഡേ ഫ്രീ ട്രയൽ പീരീഡ് കിട്ടും. ഈ 7 ദിവസം നിങ്ങൾക്ക് കുക്കു FM-ൽ ഫുൾ ഓഡിയോ ബുക്സും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. സോ ആദ്യമായിട്ടാണ് കുക്കു FM ഇങ്ങനെ ഒരു ഓഫർ കൊണ്ടുവരുന്നത്. സോ അത് മാക്സിമം യൂസ് ചെയ്യുക. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സബ്സ്ക്രിപ്ഷൻ ക്യാൻസൽ ചെയ്യാനും പറ്റും. ഇൻട്രസ്റ്റ് ഉള്ളവർ ഡൗൺലോഡ് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതേപോലെ പിൻഡ് കമന്റിലും കൊടുക്കുന്നുണ്ട്. ബാക്ക് ടു വീഡിയോ. നിങ്ങളെ ബോറടിക്കാൻ വിട്ടാലുണ്ടല്ലോ, നിങ്ങളുടെ ബ്രെയിന് ക്രിയേറ്റീവ് ആവാൻ തുടങ്ങും. ഹിസ്റ്ററി ഫുള്ള് അതിനുള്ള എക്സാമ്പിൾസ് ആണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ ആയിക്കോട്ടെ, സ്റ്റീവ് ജോബ്സ് ആയിക്കോട്ടെ, ഇവരൊന്നും ബോറടിച്ചിരിക്കുന്നത് അവോയ്ഡ് ചെയ്തിട്ടില്ല, പകരം അതിനെ വെൽക്കം ചെയ്തു. അവർക്കറിയായിരുന്നു മൈൻഡിനെ ഫ്രീ ആയിട്ട് ചിന്തിക്കാൻ വിട്ടാൽ അതിന് നല്ല ഐഡിയാസ് കൊണ്ടുവരാൻ സാധിക്കും, പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള യുണീക്ക് ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ സാധിക്കും, ആൻഡ് ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഇന്നോവേഷൻസ് കൊണ്ടുവരാൻ സാധിക്കും എന്നൊക്കെ. ബോറടിക്കുമ്പോൾ നമ്മൾ ഡേ ഡ്രീം ചെയ്യും, ദിവാസ്വപ്നം കാണും, ആൻഡ് ഓരോ കാര്യങ്ങൾക്കും ഡിഫറെൻറ്റ് അപ്രോച്ചസ് കൊണ്ടുവരും. നല്ല ഇമാജിനേഷൻസ് ഉണ്ടാവും. സോ നെക്സ്റ്റ് ടൈം ബോറടിക്കുമ്പോൾ ഓടിച്ചെന്ന് ഫോൺ എടുക്കുന്നതിന് പകരം നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വാണ്ടർ ചെയ്യാനായിട്ട് വിടുക. അപ്പോൾ ആ നിശബ്ദതയിൽ നിന്ന് എന്തൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. യു ഹാവ് ടു ട്രൈ ഇറ്റ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് റീൽസും ഷോർട്സും സീരീസും ഒക്കെ കാണുന്നത് നിർത്തണം എന്ന്. ബട്ട് ദ ക്വസ്റ്റ്യൻ ഈസ് ഹൗ? എങ്ങനെ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ തേടി പോകുന്നത് സ്റ്റോപ്പ് ചെയ്യാം? ഇവിടെയാണ് ഡോപ്പമീൻ ഡീടോക്സ് എന്നൊരു കൺസെപ്റ്റ് വരുന്നത്. നമ്മൾ ഈ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ നൽകുന്ന കാര്യങ്ങൾ ലൈക്ക് റീൽസും ഷോർട്സും ഒക്കെ കാണുക, സീരീസ് ഇരുന്ന് കാണുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഡോപ്പമീൻ എന്നൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ ബ്രെയിനിൽ റിലീസ് ആവുന്നുണ്ട്. ഇത് നമ്മളുടെ പ്ലഷർ,
റിവാർഡ്, മോട്ടിവേഷൻ ഇതൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആണ്. സോ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കാനായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കും. സോ ഇത്തരത്തിൽ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ഡോപ്പമീൻ റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ച് നേരത്തേക്ക് ചെയ്യാതിരിക്കുന്നതിനെയാണ് ഡോപ്പമീൻ ഡീടോക്സ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ മനസ്സിൽ അലങ്കോലമായിട്ട് കിടക്കുന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്ന പോലെയാണ്. സോ ദാറ്റ് ശരിക്കും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റും. ഡോപ്പമീൻ ഡീടോക്സിനെ പറ്റിയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്കായിട്ട് ഞാൻ ഐ ബട്ടണിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്, മസ്റ്റായിട്ടും ഒന്ന് കാണുക. സോ ഡോപ്പമീൻ ഡീടോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഇൻക്രെഡിബിൾ ആയിട്ടുള്ള ചേഞ്ചസ് കാണാനായിട്ട് പറ്റും. ലൈക്ക് ഫോക്കസ് കൂടും, ക്രിയേറ്റീവ് ആവും, ആൻഡ് മോർ ഓവർ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും, ഒരു ഗുഡ് ഫീലിംഗ് ഉണ്ടാവും. എന്ന് വിചാരിച്ച് സോഷ്യൽ മീഡിയ ഒക്കെ കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം എന്നല്ല പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് ഫൈൻഡിങ് എ ബാലൻസ് ആൻഡ് ലെറ്റിംഗ് യുവർ ബ്രെയിൻ ബ്രീത്ത്. സോ ബോറടിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്ന വളരെ നല്ലൊരു കാര്യമാണ് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുക എന്നത്. പ്രസൻറ്റ് മൊമെൻറ്റിൽ ഫോക്കസ് ചെയ്യുക എന്നത്. എപ്പോഴാണ് നിങ്ങൾ അവസാനമായിട്ട് വേറൊന്നും ചെയ്യാതെ ജസ്റ്റ് പ്രസൻറ്റ് മൊമെൻറ്റിൽ മാത്രം ഫോക്കസ് ചെയ്തിരുന്നത്? ഡിസ്ട്രാക്ഷൻസ് ഇല്ല, ഫോണില്ല, നോയ്സ് ഇല്ല, നിങ്ങളും നിങ്ങളുടെ തോട്ട്സും മാത്രം. മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യുന്നത് സെൽഫ് അവെയർ ആവാനും സ്ട്രെസ്സ് കുറയ്ക്കാനും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് അലൗസ് യു ടു റീകണക്ട് വിത്ത് യുവർ സെൽഫ് ആൻഡ് ഇൻ ദോസ് ക്വയറ്റ് മൊമെൻറ്റ്സ് യു ക്യാൻ ഫൈൻഡ് ക്ലാരിറ്റി ആൻഡ് ഇൻസ്പിറേഷൻ. സോ ട്രൈ ഇറ്റ്. നെക്സ്റ്റ് ബോറടിക്കുമ്പോൾ വേഗം ചെന്ന് ഫോൺ എടുക്കരുത്. പകരം ജസ്റ്റ് ഒന്ന് നടക്കാൻ പോവുക, അല്ലെങ്കിൽ ക്വയറ്റായിട്ട് ഒരു സ്ഥലത്തിരിക്കുക, ഓർ മെഡിറ്റേറ്റ് ചെയ്യുക. അത് നിങ്ങളെ കാമാക്കും, ക്ലാരിറ്റി നൽകും ആൻഡ് ക്രിയേറ്റീവ് ആക്കും. ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. ഇന്നത്തെ കാലത്ത് ടെക്നോളജിയുടെ ഉപയോഗം കുറയ്ക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ബട്ട് ഒരു കാര്യം ഉറപ്പ് തരാം, മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഡിജിറ്റൽ ഡീടോക്സ്. ഇതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിൻ്റെ ഉപയോഗം കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക എന്നതല്ല, മറിച്ച് ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നതാണ്. എല്ലാ ദിവസവും കുറച്ച് മണിക്കൂറുകൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്യാതിരിക്കുക. അത് നിങ്ങളുടെ ഫോക്കസ് തിരിച്ചു കൊണ്ടുവരാനും സ്ട്രെസ്സ് കുറയ്ക്കാനും ആൻഡ് നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യാനും ഒക്കെ നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. റിമെമ്പർ, ഇറ്റ്സ് നോട്ട് അബൌട്ട് കംപ്ലീറ്റ്ലി കട്ടിങ് ഔട്ട് ടെക്നോളജി. ഇറ്റ്സ് അബൌട്ട് ഫൈൻഡിങ് എ ഹെൽത്തിയർ ബാലൻസ് ബിറ്റ്വീൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ലൈഫ്. സോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ബോറടി എന്ന് പറയുന്നത് ഒരു മോശം കാര്യമല്ല, മറിച്ച് നല്ല കാര്യമാണ് എന്ന്, അല്ലേ? ഇറ്റ്സ് നോട്ട് യുവർ എനിമി, ഇറ്റ്സ് യുവർ ഗ്രേറ്റസ്റ്റ് ഓപ്പർച്യൂണിറ്റി. നിങ്ങളുടെ ബ്രെയിൻ റീസെറ്റ് ചെയ്യാനും ക്രിയേറ്റീവ് ആവാനും ഒരു ബാലൻസ്ഡ് ആൻഡ് ഫുൾഫില്ലിംഗ് ലൈഫ് ഫോളോ ചെയ്യാനും ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണത്. സോ ബോറടിയെ എംബ്രേസ് ചെയ്യുക, സ്വയം റീകണക്ട് ചെയ്യാനായിട്ട് അത് യൂസ് ചെയ്യാം. ഓക്കെ, സോ നിങ്ങൾക്കിപ്പോൾ ഒരു ചലഞ്ച് തരാം. അടുത്ത 7 ദിവസത്തേക്ക് നിങ്ങളെ സ്ക്രീൻ ടൈം കുറയ്ക്കുക ആൻഡ് ബോറടിച്ചിരിക്കുക, പുതിയ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അതെന്തെങ്കിലും പുതിയ ഹോബി ആവാം, ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രൊജക്റ്റ് ആവാം, ഓർ ജസ്റ്റ് സ്പെൻഡ് ടൈം ഇൻ നേച്ചർ. ആൻഡ് നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻസിലൂടെ അറിയിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ഡേ. അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് ഫോളോ ഫോർ മോർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.